ഹായ് ഫ്രണ്ട്സ്, നമ്മളെങ്ങനെയാണ് സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാറ്? 1-2 മണിക്കൂർ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അല്ലെങ്കിൽ നല്ല അരിപ്പൊടി ഉപയോഗിച്ചിട്ടൊക്കെയല്ല നമ്മൾ സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുക. പക്ഷെ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന ഉണ്ണിയപ്പം അരിപ്പൊടി ഉപയോഗിച്ചിട്ടോ അരി ഉപയോഗിച്ചിട്ടോ ഉള്ള ഉണ്ണിയപ്പമല്ല. പകരം ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് മാവാണ്. അപ്പോൾ ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 5 അച്ച് ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അധികം ആയാലും പ്രശ്നമില്ല. നമുക്കത് മാവ് കലക്കിയെടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര നമുക്ക് നല്ലപോലെ ഉരുക്കി കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ശർക്കര ഉരുകിയതിന് ശേഷം നമുക്ക് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചിരകിയെടുത്ത തേങ്ങയാണ്. അപ്പോൾ ചിരകിയെടുത്ത തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു 5 ചെറിയ ഉള്ളിയാണ്. അപ്പോൾ 5 ചെറിയ ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉണ്ണിയപ്പം കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ കൊടുത്താക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചെറിയ ഉള്ളി ചേർത്താൽ അങ്ങനെ കുറേ ദിവസമൊന്നും ഇരിക്കില്ല. നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ചെറിയ ഉള്ളി ചേർക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയൊക്കെ കുറേ ദിവസം നിങ്ങൾക്ക് കേടുകൂടാതെ ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഇതൊന്ന് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിയും. അവ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനോടെയോ അല്ലെങ്കിൽ ഹാഫായിട്ടോ ചേർത്ത് കൊടുക്കരുത്. അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് കോക്കനട്ട് ചെറിയ പീസാക്കിയിട്ട് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം, നമ്മൾ ട്രഡീഷണൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ. അപ്പോൾ എനിക്കിവിടെ കോക്കനട്ട് പീസ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കോക്കനട്ട് പീസ് കിട്ടിയാൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കത് ചേർക്കാം. വളരെ ടേസ്റ്റിയാണ്. പക്ഷേ അണ്ടിപ്പരിപ്പ് എപ്പോഴും ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇടുന്ന സമയത്ത് നമുക്കത് അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. എള്ള് ഇങ്ങനെ വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എള്ള് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നാളികേരം നല്ലപോലെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ചൂടിൽ നിന്നും മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്റ്റൗവിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇത് വല്ലാണ്ട് മൊരിഞ്ഞ് പോവും. അപ്പോൾ നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കപ്പോൾ നാളികേരം വറുത്തതും ശർക്കര ഉരുക്കിയതും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര നീര് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തു. ഇനി ഇതിലേക്ക് നമ്മളുടെ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കണം. ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ശർക്കര നീര് ഒഴിക്കുമ്പോൾ അത് എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് അളന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കൊരു അളവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അളവിനനുസരിച്ച് നമുക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് മാവ് കലക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എത്ര അളവിലാണ് മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമുക്ക് എത്ര വെള്ളം വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പം മൊത്തം 2.5 കപ്പ് മാവുണ്ട്, ഗോതമ്പ് മാവും മൈദമാവും അടക്കം. അപ്പോൾ 2.5 കപ്പ് മാവിലേക്ക് നമുക്ക് ഏകദേശം 3.5 കപ്പോളം വെള്ളം ആവശ്യം വരും.
അപ്പം ഞാനിപ്പോൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചപ്പോൾ എനിക്ക് 2.5 കപ്പാണ് ശർക്കര ഉരുക്കിയത് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ബാക്കി 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം തികയ്ക്കും. അപ്പം നിങ്ങളുടെ ശർക്കര നീരിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ എത്ര വെള്ളം വേണമെന്ന് തീരുമാനിക്കാം. എടുക്കുന്ന മാവിനനുസരിച്ച് എപ്പോഴും നമ്മൾ എടുക്കുന്ന മാവിനേക്കാളും 1 കപ്പ് വെള്ളം അധികമായിട്ട് വരും നമുക്ക്. അത് നമ്മൾ ശർക്കര നീരും വെള്ളവും കൂടിയിട്ട് കൂട്ടി തികയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് ശർക്കര നീരുണ്ട്. ഇതിലേക്ക് ഞാൻ മാവ് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് ഗോതമ്പ് മാവ് ആദ്യം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് മൈദമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. മൈദമാവ് 1/2 കപ്പ് ഉണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ 2.5 കപ്പ് മാവായി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരമായിട്ട് നിങ്ങൾ 3 മണിക്കൂർ ഈ മാവൊന്ന് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സോഡാപ്പൊടി ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 3 ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപഴം തന്നെ വേണമെന്നില്ല. ഇതിന് പകരം നമുക്ക് റോബസ്റ്റ് പഴം ചേർത്ത് കൊടുക്കാം. പക്ഷേ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ചെറുപഴമോ റോബസ്റ്റ് പഴമോ നമ്മൾ ചേർത്ത് കൊടുക്കാം. റോബസ്റ്റ് പഴമൊക്കെ ആണെങ്കിൽ ഒരു പഴം എടുത്താൽ മതി. ചെറുപഴം ആയതുകൊണ്ട് ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് കുറച്ചൊന്ന് അടിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് അടിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ബാക്കി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പോൾ 2.5 കപ്പ് പൊടിക്ക് 3.5 കപ്പ് വെള്ളം, അത് ശർക്കര നീരും വെള്ളവും കൂടിയിട്ട് 3.5 കപ്പ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വെയിറ്റ് ഒന്നും ചെയ്യണ്ട. നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് ഇത് ചൂടാറി കിട്ടും. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അരമണിക്കൂറിനുള്ളിൽ ചുട്ടെടുക്കുന്നുണ്ട്. കാരണം ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് എനിക്ക് അരമണിക്കൂറിനുള്ളിൽ ചുട്ടെടുത്താൽ തന്നെ ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ സോഡാപ്പൊടി ഒഴിവാക്കിയതിന് ശേഷം 3 മണിക്കൂർ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. നല്ലപോലെ മിക്സാക്കി കൊടുത്താലാണ് ഈ നാളികേരമൊക്കെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് നല്ലപോലെ മിക്സായി കിട്ടുള്ളൂ. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം, ഈ അരമണിക്കൂറിന് എന്ന് പറയുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ആയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കുഴിയിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കുഴിയിലേക്കും ഓരോ സ്പൂണ് വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം. അധികം വെള്ളം പോലെ ആവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിനനുസരിച്ച് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒഴിക്കുക. ഇനി നമ്മൾ ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറയ്ക്കണം. വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് ചുട്ടെടുക്കാം. കാരണം ഇത് ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പം ആയതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നല്ലപോലെ വേവണമെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് ചുട്ടെടുക്കണം. എന്നാലാണ് നമുക്ക് ഉള്ളൊക്കെ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തിരക്ക് കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സ്ലോലി നമ്മൾ പൊരിച്ചെടുക്കുക. അതേപോലെ തന്നെ ഒരു സൈഡ് നമുക്ക് മാവൊക്കെ വറ്റി വരുന്നെന്ന് കണ്ടാൽ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ എല്ലാ ഉണ്ണിയപ്പം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് മുഴുവൻ ഇതുപോലെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം.
പിന്നെ ഇത് ഗോതമ്പ് കൊണ്ടാണ് തയ്യാറാക്കണതെന്നൊന്നും നമുക്ക് കഴിക്കുമ്പോൾ തോന്നില്ല. നമുക്ക് വളരെ ടേസ്റ്റിയാണ്. അരിപ്പൊടി കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ ഡിഫറെൻ്റായിട്ട് ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കണമെന്ന് വെച്ചാൽ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിനും അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.